ഹലോ ഡിയേഴ്സ്, ഒരുപാട് പേര് അതിനകത്ത് എക്സാം എഴുതിയവർ, ഫെയിലായവർ, അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ എഴുതി ഫെയിലായവരൊക്കെ ഇനിയിപ്പം 2026 ലക്ഷ്യം വെച്ച് അതിനകത്ത് മുന്നോട്ട് നീങ്ങുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം ഇത്തവണ ക്ലിയർ ആകുവാൻ സഹായിക്കുന്ന കുറച്ച് ട്രിക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ഫെയിലാകുന്നു എന്നുള്ളത്, 1-2 വർഷമൊക്കെ പഠിച്ചിട്ടും അതിനകത്ത് വിജയിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്, അതിൻ്റെ റീസൺ ഞാൻ പറയാം. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ചാൽ, നമുക്ക് അത്തരത്തിൽ കുറഞ്ഞ മാർക്കുള്ളവരെ പോലും പാസ്സാക്കി, അതും മികച്ച സ്കോറിൽ പാസ്സാക്കിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം മുൻ വർഷങ്ങളിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ 5 മാർക്കുമായിട്ട് ഫെയിലായി വന്നവർ, അല്ലെങ്കിൽ 8 മാർക്കുമായിട്ട് വന്നവർ, അല്ലെങ്കിൽ 9 മാർക്കുമായിട്ട് വന്നവർ, അങ്ങനെയൊക്കെ ഫെയിലായ സ്റ്റുഡൻസിനെ പോലും നമുക്ക് +2 ഫിസിക്സിലൊക്കെ ഫെയിലായ സ്റ്റുഡൻസിനെ പോലും 40 മാർക്കിനടുത്തേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് +1 അവർ ഫിസിക്സിൽ മാർക്ക് കുറഞ്ഞ് ഫെയിലായി, +2 മൊത്തത്തിൽ അവർ ഫെയിലായി വന്നിട്ട് അങ്ങനെ +2 ഫിസിക്സിൽ 40-നടുത്തോട്ട് അവരെ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 9 മാർക്കുമായി വന്നിട്ട് 30 മാർക്കിന് മുകളിലോട്ട്, ഇതൊക്കെ കുറഞ്ഞ സമയത്ത് ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ വഴി. അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഫ്രണ്ട്സുകളിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഇതുപോലെ എക്സാമുമായി ബന്ധപ്പെട്ട ട്രിക്കുകളൊക്കെ നമ്മുടെ ചാനലിൽ അതിനകത്ത് വരും. ഓക്കെ, അപ്പം അതിനകത്ത് എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുന്നതുകൊണ്ടാണ് പലരും ഫെയിലാവുന്നത്. 17-ലും 15-ലും 16-ലും 14-ലൊക്കെ വന്ന് നിൽക്കുന്നത്. 18 മാർക്കിന് വേണ്ടി പഠിച്ചാലേ നിങ്ങൾ പഠിച്ചത് വരണമെന്നില്ലല്ലോ. വന്നു കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് അതിന് മാർക്ക് കിട്ടണമെന്നില്ലല്ലോ. 18 പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുക 9, അല്ലെങ്കിൽ 6, അല്ലെങ്കിൽ 10, അങ്ങനെയൊക്കെ ആവില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അതിനകത്ത് സെലക്ട് ചെയ്ത് പഠിക്കരുത്. നമ്മുടെ സ്റ്റുഡൻസിനെ 60 മാർക്കിന് അതിനകത്ത് നിങ്ങൾ പഠിക്കണം എന്നുള്ള രീതി, അവരെ ആ രീതിയിലാണ് പഠിപ്പിക്കുക. 60 മാർക്കിന് പഠിക്കുമ്പോൾ നിങ്ങൾ 30 മാർക്കിലും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുമല്ലോ. അങ്ങനെ വരുമ്പോൾ അതിന്നും കുറഞ്ഞിട്ട് ഒരു 20 അല്ലെങ്കിൽ 18 കിട്ടാൻ എളുപ്പമാണല്ലോ. കാരണം 60-ന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ അതിനകത്ത് കുഴപ്പമില്ലാതെ എഴുതി കഴിഞ്ഞാൽ 30 അതിനകത്ത് പ്രതീക്ഷിക്കാമല്ലോ. 30 പിന്നെ 20 കിട്ടുക എന്നുള്ളത് അവിടെ പോസിബിലിറ്റി കൂടുതലാണല്ലോ. നേരെ തിരിച്ച് 18-ന് പഠിക്കുന്ന, സെലക്ട് ചെയ്ത് പഠിക്കുന്ന ഒരാളുടെ കേസിൽ എന്തുകൊണ്ടാണ് മിക്ക കേസിലും അതിനകത്ത് പാളിപ്പോകും. അപ്പം നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കരുത്. എല്ലാ ചാപ്റ്റേഴ്സും 1 by 1 ആണ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ ചാപ്റ്റേഴ്സും അതിനകത്ത് 1 by 1 പഠിച്ചു പോവുക. ഇനി രണ്ടാമത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കി പഠിക്കണം. കാരണം ക്വസ്റ്റ്യനുകൾ ചിലപ്പം ട്വിസ്റ്റ് ചെയ്ത് വരാം. അപ്പം നമ്മൾ ഇതിനകത്ത് ഇപ്പം ചില ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ അതിനകത്ത് എഴുതാൻ അറിയില്ല, അതെന്താണെന്ന് അറിയില്ല. പക്ഷെ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അത് മലയാളത്തിൽ എഴുതാൻ അറിയുമെങ്കിൽ മലയാളത്തിൽ എഴുതിയാൽ മാർക്കാണ്. നമ്മളതിനകത്ത് സ്റ്റുഡൻസിനെ മലയാളത്തിൽ വരെ അതെന്താണെന്ന് പറഞ്ഞ് സിമ്പിളാക്കിയിട്ട് പറഞ്ഞ് കൊടുക്കാറുണ്ട്, മലയാളത്തിൽ എഴുതി കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതുമ്പോഴും അതിൻ്റെ കൂടെ എന്താണതെന്ന് മനസ്സിലാക്കിയിട്ട് മലയാളത്തിൽ എഴുതി വെച്ചാൽ, ഇൻ കേസ് ഇപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ അത് എന്താണെന്ന് നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞില്ലെങ്കിൽ പോലും മലയാളത്തിൽ അത് എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാണാതെ പഠിക്കുന്നതിനേക്കാൾ നല്ലത് മനസ്സിലാക്കി പഠിക്കണമെന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എഴുതിയാലും മാർക്കാണല്ലോ. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ മലയാളത്തിൽ വരെ അതിനകത്ത് ഓരോ ക്വസ്റ്റ്യനുകളും ആൻസറുകൾ എഴുതി കൊടുക്കാറുണ്ട് സ്റ്റുഡൻസിന്. അപ്പം അത് അതിനകത്ത് അവർക്ക് മാർക്ക് കിട്ടാൻ അതിനകത്ത് അവരെ സഹായിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് അതിനകത്ത് നിങ്ങൾക്കത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ മാർക്ക് പോയില്ലേ. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പഠിക്കണം. ചില ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് അതിനകത്ത് ഫുൾ സ്റ്റെപ്പ് അറിയില്ലെങ്കിൽ പോലും, ഫുൾ ആൻസറിലോട്ട് എത്തിയില്ലെങ്കിൽ പോലും സ്റ്റെപ്പിന് വരെ മാർക്കുണ്ട്. മാത്സിലൊക്കെ അതിനകത്ത് 1 എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെപ്പിന് വരെ മാർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വരെ നിങ്ങൾ ഈ സ്റ്റെപ്പ് എഴുതിക്കോളൂ, ഇതിനകത്ത് ഇങ്ങനെ മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞവരെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് നമുക്കതിനകത്ത് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനും അതിലെ വാക്കുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി വെക്കാനും ഒക്കെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ട എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് പാസ്സാക്കാൻ സാധിക്കും. ഇനിയും ഇതുപോലെ വീഡിയോസ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ട്രിക്കുകളൊക്കെ നമ്മൾ ചെയ്യും. അപ്പം നമ്മുടെ അതിനകത്ത് ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം, 77 36 70 70 45. അപ്പം എന്തായാലും അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒപ്പം ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.